സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ് ഉടമകൾ 22-ാം തീയതി മുതലൊരു സമരം പ്രഖ്യാപിച്ചിരുന്നത്. സൂചനാ സമരം അവർ നടത്തി. അതിനുശേഷം ഒരു സമരത്തിലേക്ക് അവർ പോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരെ സമരത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവരോട് സംസാരിക്കണം, അതാണ് അതിൻ്റെ മര്യാദ എന്നുള്ളതുകൊണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തു. ഏതാണ്ട് 99% കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ് തർക്കം ബാക്കി നിൽക്കുന്നത്. കുട്ടികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത്, അതില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഗവൺമെൻറ് സെക്രട്ടറി അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച ചെയ്യുകയും അതിനനുബന്ധമായി നമുക്കൊരു ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വർധനവാകാം എന്ന നിലയിലൊരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. നേരത്തെ തന്നെ ഗവൺമെൻറ് നിയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുമായും അതിനുശേഷം ബസ് ഉടമകളുമായും വീണ്ടും ഒരു 2 ആഴ്ചക്കുള്ളിൽ അക്കാര്യത്തിൽ ചർച്ച ചെയ്യാം. ഒരു സമവായം ഉണ്ടാകണം. കാരണം കുട്ടികളുടെ ചാർജൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തൊരു സമവായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ചാർജ് വർധനമാണെന്ന് തോന്നുന്നില്ല, പക്ഷേ എന്നാലും അത് അവരോട് സംസാരിച്ചതിന് ശേഷം ഒരു സമവായം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അദ്ദേഹം അത് ഉടനെ തന്നെ ചെയ്യും. അത് അവരും സമ്മതിച്ചു. പിന്നെ മറ്റു കാര്യങ്ങളിലില്ല. ഈ ഒരു 140 കിലോമീറ്റർ വണ്ടി ഓടുന്നതായൊരു പെർമിറ്റിൻ്റെ പ്രശ്നമാണ്. പ്രൈവറ്റ് ബസ് പെർമിറ്റുകൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പൊളിറ്റിക്കലായിട്ട് തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് മന്ത്രി എന്ന നിലയിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരിയായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ പറ്റുകയുള്ളൂ എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമരം പിൻവലിക്കണമെന്ന് അവരുടെ അഭ്യർത്ഥിച്ചു. കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം 99% കാര്യം സാധിച്ചുകൊണ്ട് അവർ സമരം പിൻവലിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള സംഘടനകൾ സമരത്തിലാണെന്ന് തോന്നുന്നു. അതിന് ചർച്ച നല്ല നിലയിൽ നടന്നു. ഇനിയും ചർച്ച ചെയ്യും. നമുക്ക് ചർച്ചകൾ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് 2 കാര്യങ്ങളിലേ ഒരു തർക്കം ഉണ്ടായുള്ളൂ. ഒന്ന്, ഈ ഗവൺമെൻറ്റിന് ഉറച്ച നിലപാടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഈ പറയുന്ന ആളുകളുടെ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നുള്ളതാണ്. കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുക, കൊലപാതകങ്ങൾ ചെയ്യുക, അക്രമ പ്രവർത്തനങ്ങൾ, പിന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതുള്ളവരെ അവരെ ക്ലിയറൻസ് വെച്ചിട്ട് ഡ്രൈവിംഗ് കണ്ടക്ടറായിട്ട് വയ്ക്കാവൂ എന്നുള്ള ഞങ്ങളൊരു ആവശ്യം അവർ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ അതും സമ്മതിച്ചു. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതൊരു ചർച്ച, മുമ്പൊരു ഒരു ചർച്ചയിൽ ഞാനവർ ജനറലായിട്ട് ഈ പോലീസ് വെരിഫിക്കേഷൻ ആകാമെന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ അവരാകാമെന്ന് സമ്മതിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്തരം ഒരു നല്ല കാര്യം ചെയ്തത്. അപ്പോൾ സമൂഹത്തിൽ നിങ്ങൾ തന്നെ പറയണം, അത്തരത്തിലുള്ള വെരിഫിക്കേഷൻ വേണ്ടാന്ന് വയ്ക്കാൻ അത്തരം ആളുകളെ കൊണ്ട് വാഹനങ്ങളിൽ, പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ കയറുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ പലപ്പോഴും നമ്മൾ കാണുന്ന റോഡിൽ നടക്കുന്ന പരസ്പര അടികളും അക്രമങ്ങളും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഗവൺമെൻറ് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. അതവർ സമ്മതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഈ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആലോചിച്ചതിന് ശേഷം അക്കാര്യത്തിൽ അവരെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമായിട്ട് മുഖ്യമന്ത്രിയെ നാളെ ഞാൻ കണ്ട് സംസാരിക്കും. അദ്ദേഹം പറയുന്നതാണ്. മറ്റു കാര്യങ്ങൾ അവർ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ചില ഉത്തരവുകൾ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വല്ലാത്ത പ്രൈവറ്റ് പുതിയ ബസ്സുകളുടെ തള്ളിക്കയറ്റം, അതിലവരും അത് അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ഈ പെർമിറ്റൊന്നും വേണ്ട. ഇപ്പം പെർമിറ്റ് എടുക്കാൻ വരുന്ന ആളിന് വണ്ടി വേണ്ട, അപേക്ഷ കൊടുക്കണ്ട, അവർ അപേക്ഷ മാത്രം ഇട്ടാൽ മതി, പൈസ പോലും അടയ്ക്കണ്ട. അത് പെർമിറ്റ് അനുവദിച്ചതിന് ശേഷം ഇതൊരു കച്ചവടമാണ് കേരളത്തിൽ. സാധാരണക്കാരായ സ്ത്രീകളെയും പ്രവാസികളെയൊക്കെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ബസ്സിന് പെർമിറ്റ് ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു പഴയ പൊത്ത ബസ് എടുത്തുകൊണ്ടിരും. ഈ ബസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ പെർമിറ്റ് ഉണ്ടെന്ന് അവർ ടെമ്പററി പെർമിറ്റിന് അപേക്ഷ കൊടുത്തേ പറ്റൂ. കൊടുത്തിട്ട് ഇത് പെർമനന്റ് ആയിക്കോളെന്ന് പറഞ്ഞ് ആളുകളെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു വ്യാജ കച്ചവടം കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് സംഘടനകൾ പൂർണ്ണമായി അംഗീകരിച്ചു. അത് തെറ്റാണെന്ന് അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി മേലിൽ പുതിയ പെർമിറ്റുകളെല്ലാം പുതിയ വണ്ടികൾ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ വണ്ടികൾ കൊണ്ടുവരണം. പുതിയ വണ്ടി ഇന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഇന്ത്യയിലെ നിലവാരം അനുസരിച്ച് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പുതിയ വണ്ടി കൊണ്ടുവന്നാൽ മാത്രമേ ഇനി പുതിയ പെർമിറ്റ് ഉള്ളൂ. അല്ല വെറുതെ ഈ കടലാസ് എഴുതി കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാ സംഘടനകളും അംഗീകരിച്ചാണ്. അതിൻ്റെ വല്ലാത്തൊരു മത്സരമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് വേണം എന്നുള്ള കാര്യവും അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തു. കാരണം വണ്ടികൾ തമ്മിലുള്ള അകലം നഗരങ്ങളിൽ 5 മിനിറ്റും റൂറൽ ഏരിയയിൽ 10 മിനിറ്റും അകലം വേണം എന്നുള്ളൊരു പ്രപ്പോസൽ അത് ട്രാൻസ്പോർട്ട് കമ്മീഷണറും റോഡ് സേഫ്റ്റി കമ്മീഷണറും നൽകിയൊരു ശുപാർശയുണ്ട്. അത് ഗവൺമെൻറ് മുമ്പിലുണ്ട്. അക്കാര്യത്തിൽ സംഘടനകൾ യോജിച്ചു. കാരണം ഈ അനാവശ്യമായ മത്സരം ഈ വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ തള്ളിക്കയറ്റം ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്.
ഈ പ്രധാനമായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പെർമിറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ആ ഒരു പെർമിറ്റിൻ്റെ കാര്യം 140 കിലോമീറ്റർ മേളിലുള്ള വണ്ടികൾക്ക് ലിമിറ്റഡ് സ്റ്റോപ്പായിട്ട് ഓടാൻ പറ്റില്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷനായിട്ട് അത് കോടതിയുടെ പരിഗണനയിരുന്നൊരു വിഷയമാണ്. വീണ്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള നടപടികളാണ് KSRTC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയോട് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം നിർദ്ദേശിക്കുന്ന പോലെ ഇക്കാര്യം ചെയ്യാം. അത് അവരോട് സംസാരിച്ചുകൊണ്ട് അവർ കൂടുതൽ ആലോചിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിൻവലിച്ചവരോട് സന്തോഷമുണ്ട്, പിൻവലിക്കാത്തവർ എത്രയും വേഗം പ്രശ്നങ്ങൾ മനസ്സിലാക്കി. കാരണം അവരോട് ഞങ്ങൾക്ക് ചോദിക്കാം, 99% കാര്യവും ഈ ചർച്ചയിൽ അവർ ഉന്നയിച്ച ഏതാണ്ട് കാര്യങ്ങളെല്ലാം 95% കാര്യമെങ്കിലും തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം അത് ന്യായമായ എല്ലാ കാര്യങ്ങളും ഈ തർക്കം വന്നൊരു കാര്യം ഈ പോലീസ് വെരിഫിക്കേഷൻ അതിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല, വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഈ മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, അത്തരത്തിലുള്ളവരെ കൊണ്ട് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ അത് KSRTCയിലും അനുവദിക്കില്ല, പ്രൈവറ്റ് ബസ്സിലും അനുവദിക്കില്ല. KSRTCയിലും പുതുതായി എല്ലാവരുടെയും പോലീസ് വെരിഫിക്കേഷൻ. KSRTC ജീവനക്കാർ സ്ഥിരം ജീവനക്കാർക്ക് അതെല്ലാം ഉണ്ട്. ടെമ്പററി ആയിട്ട് എടുക്കുന്നവർക്കെല്ലാം അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഷിഫ്റ്റിൽ എടുക്കുന്നു. ഇപ്പോൾ ഷിഫ്റ്റിലെ ആൾക്കാരെ എടുക്കുന്നുണ്ട് പുതുതായിട്ട്. ഷിഫ്റ്റിൽ ആളെ എടുക്കുമ്പോൾ ഇത് നിർബന്ധമാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയാം, വീട്ടിലെ വഴക്ക്, പൊളിറ്റിക്കൽ സമരങ്ങൾ, അങ്ങനെയുള്ള വിഷയമൊന്നും എടുക്കാൻ പാടില്ല. ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുക, അല്ലെ നമുക്ക് FIR നോക്കിയാൽ അറിയാമല്ലോ. പോലീസ് ക്ലിയറൻസിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ FIRൽ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക, കൊലപാതകങ്ങൾ, ഹാബിച്വൽ ക്രൈം ചെയ്യുക, വളരെ റാഷായിട്ട് വണ്ടി ഓടിച്ച് 4-5 പേരെ കൊല്ലുക, പിന്നെ അങ്ങനെയുള്ള കേസുകളുള്ളൂ. പിന്നെ മയക്കുമരുന്നിൻ്റെ ഒരു വിഷയം, അത് ഉപയോഗിക്കുന്നവരായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരായിട്ട് കണ്ടുപിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പാടില്ല എന്നുള്ളത്. അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ഉടമസ്ഥർക്കും അറിയാം അവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ആളെ കിട്ടാനുള്ള പ്രയാസമുണ്ട്. പക്ഷെ അവർ പൊന്നുവെച്ച് ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡ്രൈവർ കണ്ടക്ടർ ആകണമെങ്കിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ അപ്പിയർ ചെയ്തിരിക്കണം, ജയിക്കണമെന്നില്ല. പക്ഷെ അത് കുറയ്ക്കാൻ തീരുമാനിച്ചു. 7ാം ക്ലാസ് കഴിഞ്ഞാലും കണ്ടക്ടർ ലൈസൻസ് കൊടുക്കാൻ. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ ഒരു പാഠഭാഗം പറയുന്നില്ല. ഡ്രൈവിംഗ് ലൈസൻസിൽ ഏതുവരെ പഠിക്കണമെന്ന് പറയുന്നില്ല, അപേക്ഷിച്ചാൽ കൊടുക്കാം. പക്ഷേ ഇതിൽ ഒരു ലിമിറ്റ് 10ാം ക്ലാസ് എന്ന് വെച്ചു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ചെറുപ്പത്തിൽ തന്നെ ബസ്സിൽ പഠിത്തം ഡ്രോപ്പായിട്ടായി പോയി ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ട് അവർ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ആശയം അംഗീകരിക്കുന്നു. 7ാം ക്ലാസ് മുതലുള്ള ആളുകൾക്ക് 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടക്ടർ ടെസ്റ്റ് എഴുതാൻ പറ്റും. അപ്പോൾ കൂടുതൽ കണ്ടക്ടർമാരെ തൊഴിലവസരമാണ്, കുറച്ചുകൂടി കണ്ടക്ടർമാരെ അവൈലബിൾ ആക്കാൻ കഴിയുന്നതാണ്. അവർ മെഷീൻ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി, അതൊക്കെ പറ്റും. അതൊക്കെ ഒരു കോമൺ സെൻസ് വെച്ച് ചെയ്യുന്നൊരു കാര്യമാണ്, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മാറ്റം വരുന്നുണ്ട്. ഇതുവരെ കേരളത്തിൽ ഇല്ലാത്തൊരു പുതിയ മാറ്റമാണ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സംസാരിച്ചത്. രണ്ട് ദിവസമല്ല, 2 ആഴ്ച സമയം ചോദിച്ചിട്ടുണ്ട്. അവരോട് സംസാരിക്കും. അവരെ ഈ റിപ്പോർട്ട് ഇവർക്കും ഇന്ന് പിന്നെ രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇവർക്ക് ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ളൂ. അത് അവർക്ക് ലഭ്യമാക്കിയിട്ടില്ല. അത് അവർ കൊടുത്തു, വിദ്യാർത്ഥികൾക്കും അത് കൊടുക്കും. അപ്പോൾ രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ചെറിയൊരു പൈസയാണ്. ഇവർ 5 രൂപയാണ് ചോദിക്കുന്നത്, അതിൽ അത്ര പോലും ഇല്ല. എനിക്കത് വായിച്ചിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല, ഞാൻ ഇതിനിടയിൽ നിൽക്കേണ്ട ആളാണ്. ആ റിപ്പോർട്ട് ഇവരും പഠിക്കട്ടെ, വിദ്യാർത്ഥികളും പഠിക്കട്ടെ. നാട്ടിൽ ഈ താങ്കൾ പറഞ്ഞ ചോദിച്ച ആൾ തന്നെ പറയുന്നു 14 വർഷമായി എല്ലാ സാധനത്തിനും വില കൂടി, സർവ്വസാധനത്തിനും വില കൂടി, ഡീസലിന് പല പ്രാവശ്യം വില കൂടി, ഫെയർ പാർട്സിന് വില കൂടി. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു വർധനവിനെക്കുറിച്ച്, കാരണം നമ്മൾ സ്കൂൾ ബസ്സുകളിലൊക്കെ നല്ല പൈസ കൊടുക്കുന്നുണ്ടല്ലോ ഒരു മടിയും കൂടാതെ. അപ്പോൾ ഒരു ചെറിയ വർധന കൂടി ഈ ഒരു വ്യവസായത്തെ നിലനിർത്താൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. കാരണം നമ്മളെ ഗ്രാമപ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾ ഇതിനെ ആശ്രയിച്ച് പോകുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അതിൽ കയറ്റാതിരിക്കുക, വർക്കുകൾ ഉണ്ടാവുക, അതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്, ഈ പ്രൈവറ്റ് ബസ്സിനെ കുട്ടികൾക്ക് പാസ് കൊടുക്കുന്നതിന് ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഒരു ആപ്പ് കൊണ്ടുവരികയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. കാരണം മോട്ടോർ വെഹിക്കിൾ പാസ് ഇഷ്യൂ ചെയ്യേണ്ട ആൾ RTO അല്ലെങ്കിൽ ജോയിന്റ് RTO ആണ്. അപ്പോൾ അവർക്കത് പ്രോസസ്സ് ചെയ്യാൻ അവരോട് സമയം എടുക്കുന്നുണ്ട്. അപേക്ഷ എല്ലാം ഇനി ആപ്പ് വഴി KSRTC ചെയ്യുന്ന പോലെ തന്നെ ആപ്പ് വഴി വരികയും അതിൻ്റെ പാസ് അപ്രൂവ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ചെയ്തതിന് ശേഷം RTO അത് എഴുതി കൊടുക്കും. അതനുസരിച്ചാണ് അത് അവർ പറഞ്ഞു. അത് ന്യായമാണെന്ന് നേരത്തെയുള്ള ഉത്തരവിലും പറഞ്ഞിട്ടുണ്ട്. RTO ആണ് കൊടുക്കേണ്ടതെന്നും. അംഗീകൃത സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങൾ, അതിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അതവർ ഡിമാൻഡ് ചെയ്താൽ അതാണ് അതിൻ്റെ നിലവിലുള്ള ഉത്തരവാണ്. അതിലൊന്നും ഒരു മാറ്റവും വരുത്തുന്നില്ല. അപ്പോൾ ഈ ആപ്പിൽ വരുമ്പോഴും അതൊരു കൃത്യതയോടുകൂടി, വെറുതെ ഒരാൾ വണ്ടിയിൽ കയറിയിട്ട് സ്റ്റുഡൻസ് പാസ് എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. പാസ് ഇഷ്യൂ ചെയ്യും, അർഹരായ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പാസ് ഇഷ്യൂ ചെയ്യും. അത് RTO വഴിയാണ് ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാക്കി കൊടുക്കാനുള്ള പൈസ, ആ ചില്ലറ ഇപ്പോൾ പറയുന്ന ചില്ലറ കിട്ടത്തില്ല, ചില്ലറ മാർക്കറ്റിലില്ല, ഗൂഗിൾ പേ ചെയ്യാൻ പോലും പറ്റാത്ത തുകയാണ് പോകുന്നത്.
ഇല്ല, അവരൊന്ന് സംസാരിച്ചിട്ടൊക്കെ വരട്ടെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവരുമായിട്ട് സമരം തുടരാൻ ഉദ്ദേശിച്ചാൽ ഒന്നുകൂടെ ചർച്ച ചെയ്യും. നമ്മുടെ ചർച്ചകളിലൂടെയാണല്ലോ. വിദ്യാർത്ഥി സംഘടനകൾ പൊതുനിലപാടായിട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകൾ, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും, ഭരണാനുകൂല സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അല്ല അദ്ദേഹം അല്ല നമ്മളെന്താ നമ്മളെ രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് അവരുമായി ചർച്ച ചെയ്യണം. കാരണം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അവരൊന്ന് പഠിക്കട്ടെ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ളവരല്ലേ, അല്ലാതെ കാര്യബോധമില്ലാത്തവരല്ലല്ലോ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും. ഞാനങ്ങ് കണ്ണടച്ച് പറ്റൂല എന്ന് പറയുന്നില്ല. അവർ കാലം മാറിയില്ലേ, അവർ പുതിയ യുഗത്തിൽ ജീവിക്കുന്നവരല്ലേ, എല്ലാ മാറ്റങ്ങളും കാണുന്നവരല്ലേ. വിദ്യാർത്ഥി സംഘടന നേതാക്കൾ എന്ന് പറയുന്നത് ഒരു യാതൊരു ബോധമില്ല വരുന്ന ആൾക്കാരല്ല. അവർക്ക് നല്ല വിവരമുണ്ട്, അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനാണ്. അവരൊന്ന് പഠിക്കട്ടെ. ട്രാൻസ്പോർട്ട് സെക്രട്ടറി സംസാരിക്കുമ്പോൾ അവർക്ക് അറിയാമല്ലോ അവർ എന്താണ് അവരെ മനസ്സിലുള്ള ആശങ്ക എന്താണെന്ന് അവർ പറയണം. ഇവരെ മനസ്സിലുള്ള ആശങ്ക അവർ പറഞ്ഞു. അവരെ മനസ്സിലുള്ള ആശങ്ക നമ്മൾ കേൾക്കണ്ടേ. കാരണം ജനാധിപത്യമല്ലേ. കാരണം എല്ലാത്തിനും വില കൂടി. എന്നാൽ പിന്നെ എന്താ സ്കൂൾ ബസ്സിന്റെ ചാർജ് കൊടുക്കാൻ പറഞ്ഞൊരു സമരം ചെയ്തു. ഈ സ്കൂളിൽ പോകുന്ന മഞ്ഞ ബസ്സിനകത്ത് എല്ലാവരെയും എത്ര പൈസ വാങ്ങിക്കുന്നത്? അതിലാർക്കും തർക്കമില്ലല്ലോ. അപ്പം നമ്മൾ പറ്റുന്നതല്ലേ ഇതിനകത്തൊരു കാര്യം ന്യായമായിട്ട് ഞാൻ പറയാം. നിങ്ങളത് എങ്ങനെ വളച്ചൊടിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ ഗ്രാമപ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾ ഇതിനെ ആശ്രയിച്ച് പോകുന്നവരെ ബസ്സിൽ കയറ്റാതെ പോകുന്ന ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ ബസ്സിൽ കയറ്റാത്ത സാഹചര്യം വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പലരും പാവപ്പെട്ടവരെല്ലാം കർഷകരുടെ മക്കളെല്ലാം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കൺസെഷൻ വാങ്ങാതെ ടിക്കറ്റ് എടുത്ത് പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ച. അതാരും കാണുന്നില്ല, അത് ഞങ്ങൾ കാണുന്നു, ഞാൻ കാണുന്നു. അതൊരു സത്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും പാസ് കൊടുത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉപയോഗപ്പെടാത്ത രീതിയിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗവൺമെന്റിന്റെ ആഗ്രഹം അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ആഗ്രഹമല്ല, പേഴ്സണൽ ആഗ്രഹമല്ല. എല്ലാ കുഞ്ഞുങ്ങളും പാസോടുകൂടി വണ്ടിയിൽ കയറി അവർക്കെല്ലാം കൺസെഷൻ കിട്ടണം. അപ്പോൾ അവരെ കയറ്റാതെ പോകുന്നൊരു സാഹചര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. യാഥാർത്ഥ്യത്തിന് നേരെ നമ്മൾ മുഖം ധരിക്കണ്ട, അതുണ്ടാവരുത്. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പോകാൻ കഴിയുന്ന സൗകര്യം ഒരുക്കി വെച്ചിട്ട് അത് ഒരു പിടിവാശി. വിദ്യാർത്ഥി നേതാക്കൾ അങ്ങനെ കണ്ണടച്ച് പറയുന്നവരൊന്നുമല്ല. അവർ ഈ അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ്റെ റിപ്പോർട്ട് പഠിക്കട്ടെ, സംസാരിക്കട്ടെ, അവർ പഠിക്കട്ടെ, അവർ പഠിച്ചിട്ട് മറുപടി വരട്ടെ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏകപക്ഷീയമായി ഇതൊന്നും ഏർപ്പെടുത്തില്ല, അത് ഗവൺമെൻറ് നയമല്ല. അതുകൊണ്ട് അവരോട് സംസാരിക്കും, സെക്രട്ടറി സംസാരിക്കട്ടെ, അത് അവർ മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കി കഴിഞ്ഞ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മന്ത്രി സംസാരിക്കും. ആദ്യമേ മന്ത്രി സംസാരിക്കേണ്ടതില്ല. അവർ ഔദ്യോഗികമായി നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാരല്ലേ, അവർ വരട്ടെ, അവർ കാര്യങ്ങളൊന്ന് പഠിക്കട്ടെ. പഠിച്ചതിന് ശേഷം പിന്നെ അവരുമായിട്ട് സംസാരിക്കട്ടെ. കാരണം ഇവരെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവരും അറിയാം. എല്ലാവരെയും ബുദ്ധിമുട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളില്ലേ. എല്ലാ വിഭാഗക്കാരും ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നവരാണ്. അവരുടേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പ്രായോഗികമായി ചിന്തിക്കാം. അത് ചിന്തിക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ ചർച്ചയിലൂടെ ഒരു സമവായം ഉണ്ടാകാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിലെ ഈ ഏകപക്ഷീയമായിട്ട് ബസ് ചാർജ് നമ്മൾ വർദ്ധിപ്പിച്ചാൽ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ കാത്തു കുറേ ആൾക്കാരുണ്ട്. അത് കത്തിക്കാൻ നിങ്ങളിൽ ചില ആളുകളുമുണ്ട്. എന്തിനാണ് വെറുതെ എൻ്റെ പേരിൽ ഞാൻ കാരണം ഇവിടെ തീ പിടിക്കണ്ട, അങ്ങനെ വോട്ട്. അതെ, പൂർണ്ണമായിട്ടും തള്ളിയെന്ന് അങ്ങയുടെ ആരാ പറഞ്ഞു? അത് ആരാണ്ട് കേസ് കൊടുത്തവർ പറഞ്ഞില്ലയോ? എവിടെ ഈ പൂർണ്ണമായിട്ട് തള്ളിയത്? തള്ളിയത് എന്താണെന്നറിയാമോ? 16 വർഷം കഴിഞ്ഞാലും ആ വണ്ടി ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ വിധിയുടെ പകർപ്പിലുമുണ്ട്. 16 വർഷം കഴിഞ്ഞാൽ ആ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പറ്റൂല, 16 വർഷം കഴിഞ്ഞാൽ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ന്യായം. ഓക്കെ. അടുത്ത പറഞ്ഞതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടിയിലും ഗിയറില്ലാത്ത ഇലക്ട്രിക് വണ്ടിയിലും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് കുഴപ്പമില്ല. പിന്നെ ഡാഷ് ക്യാമറ വയ്ക്കാൻ അവരെ നിർബന്ധിക്കരുതെന്നാണ് പറഞ്ഞത്. ആരെ? ഡ്രൈവിംഗ് സ്കൂളുകാരെ. ഡാഷ് ക്യാമറ ഇനി വയ്ക്കാൻ അവരെ നിർബന്ധിക്കുന്നില്ല. കാരണം ഡാഷ് ക്യാമറ ഞങ്ങൾ വാങ്ങുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നിടത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡാഷ് ക്യാമറ പിടിപ്പിക്കും. കാരണം പല പരാതികളുണ്ട്. ടെസ്റ്റ് നന്നായി നടത്തില്ല എന്നൊരു പരാതിയുണ്ട്. ആ പരാതി വന്നാൽ 1 മാസത്തേക്ക് പരിശോധിക്കാം. പിന്നെ ഡ്രൈവ് ചെയ്യാൻ വരുന്ന സ്ത്രീകളോടൊക്കെ മോശമായി ചില ഉദ്യോഗസ്ഥർ പെരുമാറിയുന്ന ചില കേസുകളുണ്ട്. അത് നോക്കാതിരിക്കാൻ സർക്കാരിന് പറ്റത്തില്ല. ഡാഷ് ക്യാമറ ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട. ഡ്രൈവിംഗ് ടെസ്റ്റ് കിടക്കുന്ന കാറിൽ ഒരു പോർട്ടബിൾ ഡാഷ് ക്യാമറ വയ്ക്കാനാണ് തീരുമാനം. അത് എന്തെന്ന് വെച്ചാൽ സുതാര്യതയ്ക്ക് വേണ്ടിയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് കൃത്യമായി നടന്നു എന്ന് കാണിക്കണം. പിന്നെ സർക്കാർ മുന്നോട്ട് വെച്ച മോട്ടോർ വെഹിക്കിളിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച പിന്നെ ട്രാക്ക് സംവിധാനം, ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക് മാറ്റാൻ പറഞ്ഞിട്ടില്ല കോടതി ഉത്തരവിൽ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ 40 ലൈസൻസ് കൂടുതൽ ഒരു ദിവസം കൊടുക്കരുതെന്ന് പറഞ്ഞ് അത് കോടതി മാറ്റിയിട്ടില്ല. കോടതി അംഗീകരിച്ചു അത്. പിന്നെ ഇൻസ്ട്രക്ടർമാരുടെ ക്വാളിഫിക്കേഷൻ വളരെ കുറച്ച് കൊടുത്തു. പക്ഷെ കോടതി പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ല, റെഗുലർ കോഴ്സ് തന്നെ പഠിക്കണം. ഇൻസ്ട്രക്ടർ ആവണമെങ്കിൽ ഈ ടെമ്പററി കോഴ്സുകളും പോസ്റ്റ് വഴിയൊന്നും പഠിച്ചാൽ പോരാ എന്നത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ? ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന ഇൻസ്ട്രക്ടർ ഏതെങ്കിലും IT ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും എന്താണെങ്കിലും തന്നെ റെഗുലർ കോഴ്സ് പഠിച്ചിരിക്കണം എന്ന കാര്യം
ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചു. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് തള്ളിക്കളഞ്ഞുവെന്ന് ആരെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രചരിപ്പിക്കുന്നതായിട്ട് അങ്ങനെ ചോദിക്കാമോ? അങ്ങനെയൊന്നുമല്ല. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ തന്നെ ഉണ്ട്. 950 cc അല്ലേ ഹാൻഡ് ഗിയർ അല്ലാത്ത വണ്ടി ഓടിക്കാം എന്ന് പറയുന്നുണ്ട്. ഓടിച്ചോട്ടെ, ഇത് പാടില്ല. കോടതി ഇത് ഹാൻഡ് ഗിയർ ഇടാം എന്നാണ് കോടതി പറയുന്നത്. പിന്നെ 15 ഇയർ കിടഞ്ഞ വണ്ടികൾക്ക് ഉപയോഗിക്കാം. പിന്നെ 15 ഇയർ ഓൾറെഡി 15 ഇയർ അല്ലല്ലോ, ഇപ്പൊ 20 വർഷമായി കൊടുത്തല്ലോ നേരത്തെ തന്നെ. അതിവിടെ ഉണ്ടല്ലോ. നിങ്ങൾ 15 വർഷം കഴിഞ്ഞ വണ്ടി ഉപയോഗിച്ചാൽ അന്ന് ചർച്ചയിൽ തന്നെ തീരുമാനിച്ച് നമ്മൾ വിട്ട കാര്യമാണ്. പിന്നെ ഇലക്ട്രിക് ബൈക്കുകൾ ഉപയോഗിച്ചും ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ഉപയോഗിക്കാം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നുള്ളത്. മാനുവൽ വേണം എന്നുള്ളത് നിർബന്ധമല്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അതർവൈസ് ബാക്കി കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട ട്രാക്കിന്റെ കാര്യം, സൈഡ് ട്രാക്കിംഗ് അടക്കമുള്ള പുതിയ ട്രാക്ക് സംവിധാനങ്ങൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ 40 സെക്ടേഴ്സിൽ കൂടെ ഒരു ദിവസം കൊടുക്കണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതി സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്ട്രക്ടറെ സംബന്ധിച്ച് ഇവരിപ്പോഴും ആവശ്യപ്പെടുന്നറിയാം, പോസ്റ്റൽ വഴി ഡ്രൈവിംഗ് പഠിച്ചവരെ ഇതിനകത്ത് വയ്ക്കാമെന്നാണ്. അതാണ് ആവശ്യം. അത് വേണ്ടെന്ന് കോടതി പറയുന്നുണ്ട്. അപ്പോൾ കോടതി വിധി സർക്കാരിനെതിരല്ല. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ചില കാര്യങ്ങൾ കോടതി അത് ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഒഴിവാക്കി കൊടുക്കും. അതിലെന്താ തെറ്റെന്താ? ന്യായമായ കാര്യം കോടതി പറഞ്ഞ ബഹുമാനപൂർവ്വം അനുസരിക്കുമല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറങ്ങിയ ഉത്തരവിലെ പ്രധാനപ്പെട്ട നല്ല പുതിയ ഡ്രൈവിംഗ് ട്രാക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ എച്ചിനൊക്കെ പരം അത് അംഗീകരിച്ചിട്ടുണ്ട്. 40 പേർക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ നല്ലതാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നറിയാം, കേരള സംസ്ഥാനത്ത് ഇന്ന് ഇറങ്ങുന്ന ലൈസൻസുകളെല്ലാം വളരെ ക്വാളിറ്റിയോടെ തന്നെയാണ് ഇറങ്ങുന്നത്. ഇതിന്റെ ഭാവിയിലെ ഗുണം എന്തെന്ന് ഈ ഉത്തരവിൽ കോടതി പറയുന്നു. സർക്കാരിനെ വിമർശിച്ചിട്ടില്ല, ഒന്നും പറയില്ല. ഈ ചില കാര്യങ്ങൾ ഈ വണ്ടി സാങ്കേതികമായ കാര്യങ്ങളാണിത്. 15 വർഷം കഴിഞ്ഞ വണ്ടിയിലും ഡ്രൈവിംഗ് പഠിക്കാം. അതിപ്പോ ഓൾറെഡി അംഗീകരിച്ചു. വേറെ ഏത് കാര്യം? കേന്ദ്ര ഗവൺമെന്റ് എടുക്കാമെന്ന തീരുമാനം, ഈ മോത്തിന്റെ തീരുമാനം ഇതിനേക്കാളും വലുതായിരിക്കും. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ 15 വർഷം കഴിഞ്ഞ വണ്ടി ഉപയോഗിക്കാമെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കാമെന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കട്ടെ, സന്തോഷം. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അതല്ലാതെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തല്ലോ. ഈ സമരത്തിന്റെ ഭാഗമായി ഒരു സമരം നടത്തിയപ്പോൾ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഈ 15 വർഷം എന്നുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് അവർക്ക് ഈ മാരുതി കാറൊക്കെ തന്നെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേസ് പോയതുകൊണ്ട് കേസിന് വിധി ഇപ്പോൾ വന്ന് വിധിയെ മാനിക്കുന്നു. അല്ലാതെ തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ഗിയറുള്ള വണ്ടി ഉപയോഗിക്കാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വണ്ടി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. വണ്ടി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് 10 കൊല്ലമായി. ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ ഹാൻഡ് ഗിയർ ഇട്ടിട്ട് ബുള്ളറ്റ് ഓടിക്കാൻ പോരുന്നേ ഉള്ളൂ. കാരണം കാലിലാണ് ഗിയർ. കാലിലാണ് ഗിയർ. മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ വണ്ടിക്കും കാലിലാണ് ഗിയർ. കയ്യിൽ ഗിയർ ഇട്ടിട്ട് പഠിച്ചിട്ട് വരട്ടെ. നല്ലതല്ലേ? കാലിൽ വീഴാൻ വേറൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേരേണ്ടി വരും കാലിൽ ഗിയർ ഇട്ട് പഠിക്കാൻ. അപ്പീൽ നീങ്ങിക്കഴിഞ്ഞു. KSRTC വേണ്ടി ഗവൺമെന്റിന് പോകാനാണ് തീരുമാനം. പക്ഷെ ഇവരുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ടത് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതൊരു മന്ത്രിക്ക് ഒരു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു പോളിസി മാറ്ററാണ്. ആ പോളിസി മാറ്ററിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിക്കാതെ നമുക്ക് ഒന്നും പറയാം. അതിനെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. KSRTC അത് ബാധിച്ചിട്ടുണ്ടോ, ഇത് നിർത്തിയത് കൊണ്ട് KSRTC ഗുണമുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. അതിന്റെ ഡേറ്റ എടുത്ത് പരിശോധിച്ചാലേ അറിയാൻ പറ്റും. അതിപ്പോൾ പറയാൻ പറ്റില്ല. അല്ല, ആ പെർമിറ്റ് അല്ല ഇവർ പറഞ്ഞ ഏതൊരു പെർമിറ്റിലും പുതിയ വണ്ടിയെ കൊടുക്കാവൂന്ന് അവർ പറഞ്ഞ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചു. അവർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ നേരത്തെ തന്നെ അതിനെപ്പറ്റി ആലോചിച്ചതാണ്. കാരണം ഇതൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ. നിങ്ങളത് മാധ്യമങ്ങൾ പരിശോധിക്കണം. കൊല്ലത്ത് തന്നെ പരിശോധിക്കുക. കൊല്ലം ജില്ലയിൽ തന്നെ, ഞാൻ അവിടെ നിന്നുള്ളൊരു MLA ആണ്. കൊല്ലം ജില്ലയിൽ തന്നെ ഈ ടെമ്പററി പെർമിറ്റ് എടുത്തിട്ട് പല പ്രവാസികൾ, അവരെ ഭാര്യമാർ, സ്ത്രീകൾ, ഇവരുടെയൊക്കെ ഇതൊരു നല്ല ബിസിനസ്സാണെന്ന് ധരിപ്പിച്ചിട്ട് ഈ ബസ്സിന് പക്കാ പെർമിറ്റ് കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഏതോ ഒരു പാട്ട വണ്ടി എടുത്തുണ്ട് അത് അവരെ തലയിൽ വെച്ച് കൊടുത്ത് പൈസ വാങ്ങിക്കുക. യാതൊരു കൈ നനയാതെ കുറേ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. ഇത് വളരെ കേരളത്തിൽ നടക്കുന്ന ഒരു മാഫിയാണ്. അത് അവരും തിരിച്ചറിയുന്നു. ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരും തിരിച്ചറിയാണ് സംഘടനകൾ. അത്തരം ആളുകൾക്ക് വണ്ടി പെർമിറ്റ് കൊടുക്കണ്ട എന്നാണ് അവരും പറയുന്നത്. അവർ ജെനുവിനായിട്ടൊരാൾ, ഇപ്പം ഞാനൊരു വണ്ടി എടുത്ത് വന്ന അതും ഞാൻ പറഞ്ഞു, ജെനുവിനായിട്ടൊരാൾ പുതിയ വണ്ടി എടുത്ത് വന്നൊരു ടെമ്പററി പെർമിറ്റ് ആക്കുക, പക്കാ പെർമിറ്റ് ആക്കണോ, ആക്കി കൊടുക്കാം. ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങുന്ന പുതിയ വണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചേക്കുന്ന മാനദണ്ഡ പ്രകാരം മോത്തിന്റെ അംഗീകാരമുള്ള വെഹിക്കിളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല 503 റൂട്ടുകൾ നമ്മൾ നോട്ടിഫൈ ചെയ്യണം. അതിന്റെ കടലാസ് ഇപ്പോൾ വരും. അതവർ അംഗീകരിക്കുന്നു. കാരണം വെച്ചാൽ പുതിയ റൂട്ടുകളിലേക്ക് വരാം. പ്രൈവറ്റ് ബസ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ആ റൂട്ടുകൾ. പുതിയ ചെറുപ്പക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത്. അവർക്കൊക്കെ 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ മുന്നോട്ട് വെച്ചൊരാശയമാണ്. അതിപ്പം മുഖ്യമന്ത്രി അനുവാദത്തോടുകൂടി അത് കൊണ്ടുവരികയാണ്. അത് വരുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ, അത് ചെറിയ ബസ് വാങ്ങണം, അതും പുതിയ ബസ്സായിരിക്കണം എന്ന് ആ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയും.
അതിൻ്റെ ഉത്തരവ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് വളരെ ജെന്യുവനായിട്ടുള്ള കാര്യമാണ് അവരും പറയുന്നത്. ഈ കടലാസം കൊണ്ടുവന്ന് മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി, ഇതൊരു വലിയ തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അന്വേഷിക്കാം. കൊല്ലത്ത് എനിക്ക് നേരിട്ട് പരാതി കിട്ടി, ഞാൻ അന്വേഷിച്ചാണ്. മറ്റ് ജില്ലകളിലും നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇതൊരു വലിയ തട്ടിപ്പാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ പലരും പ്രവാസികളാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പെർമിറ്റ് കിട്ടൂല. അവരൊരു കോടതി വിധിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു ടെമ്പററി എടുത്ത് കൊടുക്കും. ഈ ടെമ്പററി ഒരിക്കലും പക്കയാവില്ല. ഈ ബസ് എന്ന് പറയുന്ന സാധനം ഒന്നിനും കൊള്ളാത്ത ബസ്സുമായിരിക്കും ഇവരെ കൊടുക്കുന്ന, ഈ വിലയ്ക്ക് കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ. ഈ ബസ്സിന് വലിയ വിലയിടില്ല. പെർമിറ്റ് പക്കാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇന്ന് 10-15 ലക്ഷം രൂപയാണ് വാങ്ങുന്നത് ഒരു വണ്ടിക്ക്. ആ പെർമിറ്റ് ഒരിക്കലും നിലനിൽക്കത്തില്ല. തൽക്കാലത്തേക്ക് ഒരു 3 മാസം ഓടാം എന്നുള്ള എല്ലാ വേറെ കാര്യമില്ല. അപ്പോഴത്തേക്കും ഈ പാവങ്ങൾ പിന്നങ്ങ് വലയും. അപ്പോൾ പറയും പുതുക്കി പോയാൽ മതി എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതൊരു ശരിയായ കഴിഞ്ഞ 9-ാം തീയതി നടന്ന പണിമുടക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് KSRTCക്കാണ്. ഏകദേശം 5 കോടി രൂപയോളം നഷ്ടം KSRTC. അന്ന് ആ ബസ് ഇറക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങേ അന്ന് ഇടത് മുന്നണി നേതാക്കളൊക്കെ തന്നെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ നഷ്ടം നികത്താൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടി അത് ജീവനക്കാർക്ക് അതിലിപ്പോൾ ഒരു മാർഗമല്ല. പോയത് തന്നെ. കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. മെനഞ്ഞാന്നൊക്കെ KSRTC കളക്ഷൻ നന്നായി വർദ്ധിച്ചു. ഏതാണ്ട് 8 കോടിക്ക് മേളി വന്നല്ലേ. 8 കോടിക്ക് മേളി വരികയും KSRTCയുടെ നഷ്ടം വെറും 18 ലക്ഷത്തിൽ ചെല്ലുവാനുമായി കുറയുകയും ചെയ്തു എന്നുള്ളതാണ്. നഷ്ടം 18 ലക്ഷത്തിൽ അടുത്തെത്തിയെന്ന് ആലോചിക്കണം. നഷ്ടം എവിടുന്ന 2.5 കോടി എന്നാണ് താഴെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 8.5 കോടി, ഒരു 8 കോടി 40 ലക്ഷം രൂപ ഒരു ദിവസം KSRTC കളക്ഷൻ കിട്ടിയാൽ 1 കോടി 19 ലക്ഷം രൂപ കൺസോർഷ്യം, പഴയ ലോണുകളുടെ ബാങ്ക് അടയ്ക്കുന്ന കൺസോർഷ്യം തുക പോയാലും 8 കോടി 40 ലക്ഷം രൂപ ഇന്ന് KSRTC കിട്ടാമെന്ന് KSRTC എല്ലാ ദിവസവും ലാഭത്തിൽ പോകും. എല്ലാ ദിവസവും 8 കോടി 40 ലക്ഷം രൂപയ്ക്ക് മേളിൽ കിട്ടണം. അതാണ് ബെഞ്ച് മാർക്ക്. ആ പൈസ കിട്ടിയാൽ ഇപ്പം 8 കോടി ചില്ലുവാനം കിട്ടിയപ്പോൾ വെറും 18 ലക്ഷം രൂപയാണ് നഷ്ടം ഒരു ദിവസം. അത് 2 കോടിയായിരുന്നു ആലോചിക്കണം. അവിടെ നിന്നാണ് ഇവിടെ എത്തിയത്. KSRTCക്ക് 4 കോടി 70 ലക്ഷം രൂപ നഷ്ടമാണ് ഈ സമരത്തിൻ്റെ അന്നുണ്ടായിരിക്കുന്നത്. പിന്നെ വേറൊരു ലാഭം കിട്ടും. അങ്ങ് പറഞ്ഞ പോലെ ഒരു ലാഭം കിട്ടും. എന്താ പറയുക, ശമ്പളം അത്രയും കുറച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ പെട്രോൾ അടിച്ചില്ലല്ലോ, ഡീസൽ അടിച്ചില്ലല്ലോ. പിന്നെ ഞാനൊരു മന്ത്രി എന്ന നിലയിൽ, ഇന്നാരും പരിഹരിച്ചൊന്നുമല്ല, ഞാനെന്ന മന്ത്രി എന്ന നിലയിൽ നാളെ KSRTC ബസ് ഓടിക്കത്തില്ല എന്ന് പറയാൻ ഭരണഘടനാപരമായി അധികാരം ഏറ്റെടുത്ത സത്യപ്രതിജ്ഞ ഒരാൾക്ക് പറ്റത്തില്ല. ഓടിക്കാൻ തന്നെ ശ്രമിക്കണം. നാളെ ആരെങ്കിലും ഒരു കേസിന് പോയി ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഓടിക്കാത്തത്. ഞാൻ ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ മാനേജ്മെന്റ് പരിശ്രമിച്ചു, കഴിഞ്ഞില്ല. തൊഴിലാളി വന്നില്ല, നമ്മളങ്ങനെ ഓടിക്കുന്നത്. തൊഴിലാളികൾ വന്നില്ല, അത് അവരെ കുറ്റമല്ല. അവർ ഒരു സമരത്തിൽ പങ്കെടുത്ത ഒരു ജെനുവിൻ കോസിന് വേണ്ടിയിട്ട് അവർ നടത്തിയൊരു സമരമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് പാർട്ടിപരമായി ചോദിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് മറുപടി പറയാം. രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് ബി എന്നൊരു ചെറിയ പാർട്ടിയായിരിക്കാം. പക്ഷേ KB ഗണേഷ് കുമാർ ചെയർമാനായ കേരള കോൺഗ്രസിന് ഹർത്താൽ പോലുള്ള ആളെ തടഞ്ഞും വഴി തടഞ്ഞും ആളുകളെ ബലം പ്രയോഗിച്ചുള്ള സമരത്തോട് യോജിപ്പില്ല. ഞാൻ LDFന്റെ ഘടകകക്ഷിയാണ്. LDFന്റെ നിലപാട് എന്താവാം, പക്ഷേ എൻ്റെ പാർട്ടിയുടെ നിലപാടുണ്ട് അതിനകത്ത് തന്നെ. LDFിലുള്ള ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുണ്ട്. എൻ്റെ നിലപാട്, എൻ്റെ പാർട്ടിയുടെ നിലപാട്, ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ഹർത്താലുകളും ബന്ധുകളും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അതിനോട് ഞങ്ങൾ യോജിക്കാൻ കഴിയത്തില്ല. അത് പറയാതിരിക്കുന്നില്ല, ആർക്കും മറുപടിയല്ല. ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എൻ്റെ പാർട്ടിയെ നയിക്കുന്ന ആളെന്നുള്ളതിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. മനുഷ്യനെ വഴി തടഞ്ഞും ബലം പ്രയോഗിച്ചും യാത്ര തടസ്സപ്പെടുത്തിയും വ്യാപാരികളെ കടയടച്ചുമുള്ള സമരത്തോട് കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിക്ക് യോജിപ്പില്ല. അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. 6 മാസത്തെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. KSRTCയിൽ ഈ 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ വേണ്ടി KSRTCയിലെ മാനേജിംഗ് ഡയറക്ടറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കിടന്ന് ചക്രശ്വാസം വലിക്കുക. അതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് അവരിത് കൊടുക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ കൊള്ളാൻ കൈയടിക്കാം. അത് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി നമ്മളൊന്നും ചെയ്യാനാകത്തില്ല. ജീവനക്കാരത് മനസ്സിലാക്കും. പിന്നെ ഇതൊരു പൊതുപണിമുടക്കാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെയുള്ള ഒരു പൊതുപണിമുടക്കാണ്. അതിൽ പരമാവധി കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികൾ പങ്കെടുത്തു എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ല, അപ്പീൽ പ്രധാനപ്പെട്ട കാര്യമൊന്നും ഹൈക്കോടതി അവസാനിപ്പിച്ചില്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, അതൊന്നും കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇതൊരു നിസ്സാര കാര്യത്തിന് അപ്പീൽ കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ മാനിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല. എന്താണോ കോടതി വേണ്ടെന്ന് പറഞ്ഞ് അത് നമ്മൾ ഉപേക്ഷിക്കും. പക്ഷെ തുടർന്നോളാൻ കോടതി പറഞ്ഞ കാര്യങ്ങളായിട്ട് തുടരുകയും ചെയ്യും. പിന്നെ അപ്പീലിൻ്റെ പ്രശ്നമില്ല. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണം കുറച്ചു, പിന്നെ നല്ലൊരു ട്രാക്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കണം, സൈഡ് പാർക്കിംഗ്, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം നമ്മൾ മുന്നോട്ട് വെച്ചാൽ അതിലൊന്നും കോടതി എതിര് പറഞ്ഞിട്ടില്ല. അതെല്ലാം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കാറിൻ്റെ കാര്യം, ഒരു സ്കൂട്ടറിൻ്റെ കാര്യത്തിന് വേണ്ടി അപ്പീൽ കൊണ്ട കാര്യമില്ല. അത് ഈ പറഞ്ഞതുപോലെ 15 വർഷം കഴിഞ്ഞ് വണ്ടി ഇതിന് ഉപയോഗിക്കാമെന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. കാരണം സർക്കാർ വണ്ടികൾ
15 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കരുതെന്ന് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നു. വരട്ടെ, അവരൊന്ന് പോയി സംസാരിച്ചിട്ടൊക്കെ വരട്ടെ. അവരുമായിട്ട് വീണ്ടും സമരം തുടരുന്ന സാഹചര്യം വന്നാൽ എപ്പോൾ സംസാരിക്കാം. സമരം പിൻവലിച്ചവരോട് നന്ദിയുണ്ട്. പിൻവലിക്കാത്തവർ അവർ ചർച്ച ചെയ്യട്ടെ, അവരെ നിലപാടുമായിട്ട് വരട്ടെ. നമുക്ക് സമയമുണ്ടല്ലോ ഇനി. എല്ലാം ശുഭമായി തീരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലാതെ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ KSRTCയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. ഭാവിയിൽ എന്തായാലും അതൊക്കെ വരുമല്ലോ. കാരണം വെച്ചാൽ അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. കാരണം കാലം മാറുന്നതനുസരിച്ച് എല്ലാവരും മാറും. ഇപ്പോൾ KSRTC കൊണ്ടുവന്ന കാർഡ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയൊരു റെസ്പോൺസാണ് ഉണ്ടായത്. 90,000 കാർഡ് അടിച്ചു. അതിൽ 90,000 ഏതാണ്ട് തീർന്നു. ഇനി 5 ലക്ഷം കാർഡ് കൂടി അടിക്കുകയാണ്. ഈ കാർഡ് KSRTCയിലെ കാർഡ്, കുഞ്ഞുങ്ങളുടെ കാർഡ് അടിച്ചു വരും. സ്റ്റുഡൻസിനുള്ള കാർഡ് ഈ മാസം അവസാനത്തോടുകൂടി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും. തൽക്കാലം നമ്മൾ പേപ്പറിലാണ് കൊടുക്കുന്നത്. അതെല്ലാം തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് ഇത് കൊടുക്കും. ഈ കാർഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇത് 2 കാർഡും അടിച്ചു വരും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ KSRTC കാർഡ് 50,000 എണ്ണം അടിച്ച് ആദ്യം വരും. 90,000 അടിച്ചത് 90 തീർന്നു. ഏതാണ്ട് കുറച്ച് തരും കൂടെ, 90 കയ്യിലിരിക്കുന്നേ ഉള്ളൂ. അതെ, കൺസെഷൻ കാർഡിന് പകരമാണ് ഈ കാർഡ് വരുന്നത്. ആ വരയ്ക്കുന്ന സാധനമില്ലേ, വെള്ള പേപ്പറിൽ വരയ്ക്കുന്ന, അതങ്ങ് ഒഴിവാക്കിയിട്ട് ഇത് പഞ്ച് ചെയ്തും കൊടുക്കുകയാണ്. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ഇത് കൈ കൊടുത്താൽ മതി. ഇത് കണ്ടക്ടർ മെഷീനിലൊന്ന് പഞ്ച് ചെയ്യും. പൈസയൊന്നും കൊടുക്കണ്ട. ഈ പഞ്ച് ചെയ്യുന്ന നമ്പർ അറിയാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല എല്ലാ ശനിയും ഞായറും പോകാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇതങ്ങനെയല്ല. ഇത് ഈ കാർഡുമായി പോയി കഴിഞ്ഞാൽ 25 ദിവസം പോവാം. അതായത് സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും പോവാം. ഈ കാർഡ് ഉപയോഗിച്ച് കുട്ടിക്ക് ഒരു ദിവസം വേണമെങ്കിൽ 2 യാത്ര ചെയ്യാം. പക്ഷേ 25 നിങ്ങൾ കുറയും താഴോട്ട്. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോയി, ഉദാഹരണത്തിന് സ്കൂളിലെത്തിയപ്പോൾ ഒരു ബുക്ക് എടുക്കാൻ മറന്നുപോയി, തിരിച്ച് വീട്ടിലേക്ക് വരണം. ഇത് ഉപയോഗിച്ചാണ് തിരിച്ചു വരാം. വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് പോകാം. അപ്പോൾ 2 ദിവസം പോവും. ഇന്നത്തേക്കും പോവും, വേറെ ദിവസത്തേക്ക് പോവും. പക്ഷേ 25 ദിവസം ഇപ്പോൾ ഒരു ക്ലാസ് ഇല്ല ശനിയാഴ്ച, ഇതേ റൂട്ടിലാണെങ്കിൽ കുട്ടിക്ക് ട്യൂഷന് പോകാം. ഈ കാർഡ് കാണിച്ചിട്ട് സൺഡേ പറ്റത്തില്ല കേട്ടോ. സൺഡേയും സെക്കൻഡ് സൺഡേയും പറ്റത്തില്ല. അല്ല, ഇത് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൺസെഷൻ ഈ കാർഡ് +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ +1 ആൻഡ് +2 ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ കാർഡ് തന്നെ ഒരു കോഴ്സിന് അങ്ങനെ കൊടുക്കണം. കാരണം നമ്മൾ 3 മാസത്തിലൊരിക്കൽ പൈസയൊന്നും വാങ്ങിക്കാറില്ല. ഇത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങുകൊണ്ടിരിക്കുന്ന 110 പൈസയാണ്. 110 രൂപ. അതായത് ഒരു പേപ്പർ കാർഡ് ഉണ്ടല്ലോ, വരച്ചു തരുന്ന സാധനം, അതിനൊരു വർഷം വാങ്ങുന്നത് 110 രൂപയാണ്. അത് ഇതിന് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ കാർഡ് കയ്യിരിക്കാണ്ട് കുട്ടിയുടെ, ഈ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 9ലേക്ക് പോകുമ്പോൾ ഈ കാർഡ് കണ്ടക്ടറെ കൊടുത്ത് 110 രൂപ കൊടുത്താൽ ഇതിനെ റീവാലിഡേറ്റ് ചെയ്ത് കൊടുക്കും. വർഷം 110 രൂപയേ ഉള്ളൂ ഇത് റീവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് അധിക ദിവസം ഓടിക്കും, പഴയതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാം. 25 ദിവസം വരെ ഉപയോഗിക്കാം. കാരണം 30 ദിവസം ഉള്ളതിൽ ശനിയും ഞായറും സെക്കൻഡ് സാറ്റർഡേ ഒഴിച്ചുള്ള ദിവസം ഉപയോഗിക്കാം. ഒരേ ദിവസം തന്നെ വേണമെങ്കിൽ 2. ഇപ്പോൾ ട്യൂഷന് പോകാൻ വേണ്ടി പോകുന്നു, പക്ഷേ ഡേ പോയിക്കൊണ്ടിരിക്കും. 25 ദിവസം കഴിയുമ്പോൾ ഇത് സ്വീപ്പ് ചെയ്താൽ പഞ്ച് ചെയ്യില്ല. അപ്പോഴും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അത് എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ കാല് എൻ്റെ കൈ കൊണ്ട് തന്നെ കഴുകുന്നത്. എനിക്ക് എൻ്റെ കാല് കഴുകാനും കുനിയാനും ആരോഗ്യമുള്ള സ്ഥിതിക്ക് എൻ്റെ കാലാരും കഴുകുന്നില്ല. ഞാൻ ഈ കാല് കഴുകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളല്ല. നാരി പൂജയൊക്കെ നടത്തില്ലയോ, കാലൊക്കെ കഴുകിയിട്ട് അതിനൊക്കെ എതിരുള്ള ആളാണ് ഞാൻ. ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെയൊക്കെ ഇരുത്തി നാരിയെ പൂജിക്കണം, പക്ഷെ കാല് കഴുകിയിട്ടല്ല എന്നേ ഉള്ളൂ. കാല് കഴുകുന്നതെന്ന് എന്നെ പൂജിക്കത്തില്ല, വേറെ ആളെ അന്വേഷിച്ചു. അതേ ഗണേഷ് കുമാറിനെ ആരും പൂജിക്കത്തില്ല. എൻ്റെ നയം അതല്ല. ഞാൻ ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. എന്നെ അയ്യ അതെന്തെന്നറിയാം, അമ്പലത്തിൽ ചെന്നപ്പോൾ ഈ പൂർണ്ണകുംഭം തരുന്ന സമയത്ത് കിണ്ടിയേച്ചിരി വെള്ളം കാലിലോട്ട് ഒഴിച്ചു. അത് എൻ്റെ കാല് പൂജിച്ചതൊന്നുമല്ല, അവർ സ്വീകരിച്ചതെന്ന്. അങ്ങനെ ഒരു ആചാരമാണ്. ആ ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് അവർ കാലിലിച്ചിരി വെള്ളം ഒഴിച്ചു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ ചെറുക്കനെ സ്വീകരിക്കുമ്പോഴേ അളിയൻ കാലി വെള്ളം ഒഴിക്കും. അത് പൂജയാണോ? അങ്ങനെയൊന്നും പറയാതെ, എല്ലാം പൂജയാക്കാതെ. കാരണം അത് കുശുംബന്മാരാരണ്ട് പറഞ്ഞത്, ആ അമ്പലത്തിലെ കമ്മിറ്റിക്കാരെതിരുള്ള ആരണ്ട് പറഞ്ഞതാ. NSSന്റെ ഒരു അമ്പലമാണ്. അവിടുത്തെ ഒരു കൂപ്പൺ വിതരണത്തിൽ വന്നപ്പോൾ പൂർണ്ണകുംഭം തന്ന് സ്വീകരിച്ചു. അപ്പൊ ഗണ്ടിയിൽ വെള്ളം ഒഴിച്ചു. അതെന്തിനെന്ന് ഞാനും ആലോചിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ച അളിയൻ വന്ന് കാലിൽ വെള്ളം ഒഴിക്കുമല്ലോ, അളിയന്റെ കാലിൽ വെള്ളം ഒഴിച്ച് കഴിയുക. അല്ല, അത് അവരെ ആചാരത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഞാൻ എന്റെ കാല് പൂജിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ പാത പൂജിക്കാൻ പറ്റിയ മിടുക്കലൊന്നുമല്ല. അത്രയും വലിയ പ്രതിഭയൊന്നും എനിക്കില്ല കേട്ടോ. അതൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു. ഇപ്പൊ പാത പൂജയെ പറ്റി നിങ്ങൾ പറയുമ്പോൾ എന്നാ ഇവൻ ഇരിക്കട്ടെ ഒരെണ്ണം, അപ്പൊ കുറച്ചുകൂടെ ഞാനാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുമല്ലോ. അതുകൊണ്ട് ഇവൻ ഇരിക്കട്ടെ ഒരെണ്ണം എന്ന് വിചാരിച്ചാണ്. എന്റെ പാത ഒന്നും പൂജിക്കത്തില്ല. ഞാൻ എൻ്റെ കാലിലൊരാൾ തൊട്ട് വീഴുതാൽ പോലും ഞാൻ തൊടാറുണ്ട്. ഞാൻ എന്നെ കുഞ്ഞുങ്ങളൊക്കെ കാലിൽ തൊട്ട് വരാണ്. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നൊരു വാക്കുണ്ടെന്ന് പറയാം, കുഞ്ഞൻ നിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറയുന്നത്. അവരെ അനുഗ്രഹിക്കാൻ, അവരെ രക്ഷിക്കാൻ ഞാനാരാ? ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്കൊരു പ്രതിഭയുമില്ല. പക്ഷേ എൻ്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ പറയുന്ന അദ്വൈത വേദാന്തം അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി, നീ തന്നെയാണ്. നിന്റെ ഉള്ളിലൊരു ദൈവാത്മാവുണ്ട്. ജീവാത്മാവ് തന്നെ പരമാത്മാവെന്ന് പറയും.
ആ പരമാത്മാവ് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതുകൊണ്ട് എൻ്റെ കാലിൽ തൊട്ട്, അല്ല ഗണേഷ് കുമാറിൻ്റെ കാലിലാരും തൊട്ട് വേണ്ടായിരുന്നില്ല. എൻ്റെ ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ തൊഴുമ്പോൾ ഞാൻ പറയും, മക്കളെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കാനും രക്ഷിക്കാനും ഒക്കെ ദൈവത്തിനെ അധികാരമുള്ളൂ. നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. അതാ അമ്പല കമ്മിറ്റിക്കാരോട് കുശുമ്പുള്ളാരാണ്ട് പറഞ്ഞതാ. അത് പാദപൂജയൊന്നുമല്ല. അളിയൻ്റെ കാലിൽ വെള്ളം ഒഴിച്ചിട്ടില്ലേ നിങ്ങളിൽ പലരും? അളിയനെ സ്വീകരിക്കാൻ നേരം പൊക്കെ കൊടുത്ത് സ്വീകരിക്കുമ്പോൾ റിസപ്ഷൻ അളിയനെ വീതിക്കുമ്പോൾ പുതുമണവാളൻ്റെ കാലിലോട്ട് വെള്ളം ഒഴിച്ചല്ലേ ഹിന്ദുക്കൾ സ്വീകരിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പെങ്ങന്മാരെ കല്യാണത്തിനൊക്കെ അങ്ങനെ സ്വീകരിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാദപൂജയായിട്ട് കരുതുന്നില്ല. അതെന്ന് വെച്ച് അളിയൻ്റെ അടിമയാണോ നമ്മളല്ലല്ലോ. ഏതാ അളിയൻ്റെ കാലിൽ വെള്ളം ഒഴിച്ചു, മാലയിട്ടു, സ്വീകരിച്ചു. അളിയൻ്റെ അടിമയൊന്നും അല്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞു തന്ന അളിയനോട് പറഞ്ഞാൽ മതി, അവൻ്റെ ഉദ്ദേശം എന്നോട് വേണ്ടാന്ന് പറഞ്ഞാൽ മതി. അത്രയും